നീ എന്തിനാ നീ പാവ വയ്ക്കുന്ന കടയിൽ കൊണ്ടുവന്നത്? നേരമായിട്ട് ചോദിച്ചില്ലല്ലോ. എടാ ഇത്രയും നാളായിട്ട് നിന്റെ കല്യാണം കഴിയാത്ത കാര്യം എന്താണ്? നടപ്പ് ദോഷം. നടപ്പ് ദോഷം? ചൊവ്വാദോഷം. ചൊവ്വാദോഷം. അതുകൊണ്ടാണല്ലോ കല്യാണം കഴിയാത്തത്. അപ്പൊ നിനക്കിപ്പോ ഇല്ലാത്തത് എന്താണ്? മനസമാധാനം. അമ്മണിക്കുട്ട, അതായത് ആണെന്ന നിലയ്ക്ക് നിനക്കില്ലാത്തത് എന്താണ്? അത് പറ. അതല്ലേ എന്തിനാണ് ഒന്നുകൂടെ പറഞ്ഞാണ്? ആണെന്ന നിലയ്ക്ക് നിനക്കില്ലാത്ത എന്താണ്? മീശ. അത് നിനക്ക് കിളിക്കത്തില്ലല്ലോ. ഇടയ്ക്കൊക്കെ കിളിക്കും. ഞാൻ കണ്ടായിരുന്നു. ആളില്ലാത്ത പൊളിഞ്ഞ പടത്തിന് സെക്കൻഡ് ഷോക്ക് ഇരിക്കുന്ന പോലെ 1 2 3 4 ഇങ്ങനെ. എടാ അതല്ല ഞാൻ പറഞ്ഞത്. നീ കല്യാണം കഴിച്ചാൽ നിനക്ക് ആദ്യം ഉണ്ടാവുന്നത് എന്താണ്? കുഞ്ഞാണ് ആദ്യം ഉണ്ടാവുന്നത്. പിന്നെ വലുതാണ് ആദ്യം ഉണ്ടാവുന്നത്. കുഞ്ഞല്ലേടാ വലുതാവുന്നത്. അതല്ല. എടാ ഈ കുഞ്ഞ് എവിടെ നിന്നുണ്ടാകുന്നു? ആശുപത്രിയിൽ നിന്ന്. അപ്പൊ എനിക്ക് ആശുപത്രി ഇല്ലാത്തത്? നിനക്ക് മുനിസിപ്പാലിറ്റിയാണ് ഇല്ലാത്തത്. എന്റെ അമ്മണിക്കുട്ട, അതായത് ഈ കുഞ്ഞിന്റെ അമ്മ ആരാണ്? കുഞ്ഞമ്മ. കുഞ്ഞമ്മയില്ല, കൊച്ചച്ഛൻ. യവനെ കോണം. എടാ കുഞ്ഞിന്റെ അമ്മ എന്ന് പറഞ്ഞ നിന്റെ ഭാര്യയല്ലേ? ഭാര്യ എന്നല്ലേ കുഞ്ഞുണ്ടാവുന്നത്? അതാണ് പറഞ്ഞത്. അപ്പൊ എനിക്കില്ലാത്തത് ഭാര്യ. ഭാര്യ. അതാണ് നിനക്കില്ലാത്തത്. നിനക്ക് ഗുണമുള്ളൊരു കാര്യത്തിനാണ് നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എടാ നിന്റെ കല്യാണം കഴിഞ്ഞില്ലല്ലോ. കുറെ പെണ്ണ് കാണാൻ പോയില്ലേ? ആരും പെണ്ണ് തരാൻ പോണില്ല. പിന്നെ നിനക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനമാണ്. പേര് വെച്ചോക്ക്, റോബസ്റ്റി. നീ എന്റെ അച്ഛന്റെ സൈഡാണ് അല്ലടാ. എന്റെ അച്ഛൻ എപ്പോഴും പറയും എനിക്ക് വേറെ വാഴ വെച്ചാൽ മതിയായിരുന്നു. ആ മരവാഴ മറ്റേ റോബസ്റ്റ പഴത്തിന്റെ കാര്യമല്ല പറഞ്ഞേ. റോബസ്റ്റി എന്ന് പറഞ്ഞാൽ റോബോട്ട് ബെസ്റ്റിംഗ്. മറ്റേ AI സാങ്കേതിക വിദ്യയിലൂടെ ഈ പെൺകുട്ടികളെയൊക്കെ ഉണ്ടാക്കുന്ന എന്റെ പൊന്നല്ലേ നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എനിക്കും പറയാൻ അറിഞ്ഞൂടാ. ഇവിടെ ഒരു സാറുണ്ട്, പുള്ളിക്ക് അറിയാം. സാധാരണ ഇവിടെ സാറുണ്ടെന്ന് പറയുമ്പോ ഒരാൾ കയറി വരാനുള്ളതല്ലേ. ആരും വന്നില്ല. Good morning, good morning. Welcome to the wonderful world of artificial intelligence. This is Robusty. I am the CEO of this company, Sunil Kumar. മനസ്സിലായോ? സുനിൽ കുമാർ. അത് മാത്രം മനസ്സിലായി. സാറേ നമ്മൾ രാവിലെ അപ്പോയിന്റ്മെന്റ് ആരും പറഞ്ഞിരുന്നു? പെണ്ണ് കാണാൻ. ശിവൻ. താങ്കൾക്കാണോ പെണ്ണ്? എനിക്കല്ല, എന്റെ കൂട്ടുകാരെ അമ്മിണിക്കുട്ടനാണ് പെണ്ണ് കാണാനുള്ളത്. നിങ്ങളല്ലേ? കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, 9:30 നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ്. ലേറ്റ് ആയി പോയാ? ലേറ്റ് ആയിട്ടില്ല. അപ്പുറത്ത് പെൺകുട്ടി മറ്റൊരു പെണ്ണ് കാണൽ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. കണ്ട എല്ലാ ആണുങ്ങളും മുമ്പിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന പെണ്ണാണ് എനിക്ക് തരാൻ പോകുന്നത്. അത് ഇടയി പെണ്ണെന്ന് പറയുമ്പോ ഒരുപാട് കസ്റ്റമേഴ്സ് വരും. ഇതൊരു കച്ചവട സ്ഥാപനമല്ലേ? അപ്പൊ ഇവ മാമയാണ് പട്ടി. അമ്മിളിക്കുട്ടൻ, അതായത് നിങ്ങളുടെ കല്യാണം വൈകിയത് എന്തുകൊണ്ടാണ്? ചൊവ്വാദോഷം. അപ്പൊ ഇതുപോലെ ജാതകദോഷം, ചൊവ്വാദോഷം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് പെണ്ണ് കിട്ടാത്ത ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് റോബസ്റ്റി ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിന് രൂപം കൊടുത്തിരിക്കുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ നിർമ്മിച്ചിരിക്കുന്ന റോബോ ലേഡികളെയാണ് നിങ്ങൾ പെണ്ണ് കാണുന്നതും കല്യാണം കഴിക്കുന്നതും. റോബോട്ട്. അതെ, അങ്ങനെയൊന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഞങ്ങൾ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അമേരിക്ക എന്നുള്ള ഇറക്കുമതിയാണ് എല്ലാ പാർട്സും. അപ്പൊ ഞാൻ കുട്ടിയെ ഒന്ന് വിളിക്കാം, ഒന്ന് കണ്ടു നോക്ക്. ഓക്കെ, വിളിക്കട്ടെ? വിളിച്ചോ സാറേ. 7.0 വേർഷൻ 365. പ്ലീസ് കം ഇൻ. കണ്ടോളൂ, ഇതാണ് കുട്ടി. ഇത് മതി, വീട്ടിൽ കൊണ്ടുപോവാ. എന്തൊരു കാണിക്കുന്നത്? അത് വേറെ തോന്നല്ലേ, ഇവന്റെ അച്ഛൻ ഇങ്ങനെ വളർത്തിയിരിക്കുന്നത്. ഏതെങ്കിലും പെണ്ണുങ്ങളെ കാണുമ്പോ ചാടി കയറി പിടിക്കാനാ? അങ്ങനെയല്ല, അതായത് പെണ്ണുങ്ങളെ കാണിക്കാതെ വളർത്തിയാണ്. എന്റെ സ്വഭാവം നന്നായിട്ട് അറിയാലോ. അമ്മിളിക്കൂടൻ, ഇതൊരു പെണ്ണ് കാണൽ ചടങ്ങാണ്. അപ്പൊ ആ ചടങ്ങ് പോലെ തന്നെ നടക്കട്ടെ. ചായ കുടിക്കും. ചായ വാട്ടേ ചായ. അപ്പൊ ആ ചടങ്ങ് കഴിഞ്ഞു. അതവിടെ ചോളൂ, കൊണ്ടോ. ഇതെല്ലാം തന്നോളൂ. ഇനി നമുക്ക് പരസ്പരം ഒന്ന് പരിചയപ്പെടണ്ടേ? അങ്ങനെയാണല്ലോ പെണ്ണ് കാണൽ ചടങ്ങിൽ സാധാരണ. അങ്ങനെയാണെങ്കിൽ ചെറുക്കൻ പെണ്ണിന്റെ പേര് ചോദിച്ചോളൂ. എന്താ പേര്? 7.0 വേർഷൻ 365. ഈ പേര് ശരിയാവൂല. കിട്ടില്ല പേരല്ലേ? എടാ ഈ പേരാകുമ്പോ നിന്റെ അമ്മയായിട്ട് അവള് വഴക്കുണ്ടാക്കുമല്ലോ. അപ്പൊ നിന്റെ അമ്മ ഒരിക്കലും ഒന്നും പറയില്ല, മക്കളെ നിന്റെ ഭാര്യ RB 70703 വേർഷൻ എന്നൊക്കെ പറയുമ്പോ അവര് വീണ് ചാവും. എന്നാലും പറ്റൂല. എനിക്കൊരു ചായ വേണമെന്ന് ഞാൻ വിളിക്കണ്ടേ? എടി RB വേർഷൻ നമ്പർ 20 മറ്റോസ് മെയില് എനിക്കൊരു ചായ താടി എന്നൊക്കെ പറഞ്ഞു വരുമ്പോ സമയം ഒരുപാട് എടുക്കും. അമ്മിളിക്കുട്ടൻ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇതൊരു മെഷീനാണ്. അപ്പൊ നമുക്ക് എന്ത് പേര് വേണമെങ്കിലും ഇൻപുട്ട് കൊടുക്കാം. പേടിക്കണ്ട. പേര് മാറ്റണം. അത് നല്ലൊരു പേരിടാം. ശ്രീകുട്ടി. എന്നെ ആദ്യം തേച്ചിട്ട് പോയോളൂ. തേച്ചിട്ട് പോയാലോ? ബാറ്ററി വരിക മൈക്കല്ലേ? ഓക്കെ. 7.0
നെയിം ചേഞ്ചിങ് ടു ശ്രീകുട്ടി. ഓക്കെ സർ. പേര് ചോദിച്ചോളൂ. എന്താ പേര്? ശ്രീകുട്ടി. എന്റെ അമ്പലിക്കുട്ട, ഇത് പെണ്ണ് കാണൽ ചടങ്ങാണ്. ഇങ്ങനെയാണോ ചടങ്ങ്? നിങ്ങൾ അവളുടെ പേര് ചോദിച്ചു. ഇനി ശ്രീകുട്ടിക്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെടണ്ടേ? വേണം. നിൽക്കൂ ശ്രീകുട്ടി. Look at that. Who is this? സ്കാനിംഗ്. സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഹെഡ് സ്കാനിംഗ്. തല സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. അതിനകത്തൊന്നും ഇല്ല. എംടി. ഞാൻ പറഞ്ഞില്ലേ. സ്കാനിംഗ് ചെസ്റ്റ്. ചെസ്റ്റ്. നോർമൽ. സ്കാനിംഗ് സ്റ്റൊമക്. ലിവർ ഫംഗ്ഷൻ ഡാമേജ്. ഊരാടിയല്ലേ ആട്ടിയെന്ന് പറഞ്ഞ. ഇയാൾ പിന്നെ പരിചയം കുടിക്കുന്ന വൈകുന്നേരം വാടാ വീട്ടിൽ ഷെയറും കൊണ്ട് പട്ടി. സ്കാനിംഗ് കിഡ്നി. ടു ബിഗ് സ്റ്റോൺ. കിഡ്നിയിൽ കല്ലുണ്ടോ? ഇല്ല. ടു ബിഗ് സ്റ്റോൺ. രണ്ട് വലിയ കല്ലുണ്ട്. കിട്ടിക്കാത്ത കല്ല്. സ്കാനിംഗ്. എന്നെ മാത്രം സ്കാൻ ചെയ്താൽ നല്ല കാര്യമുണ്ട്. എന്നെ അടിച്ച കേട്ടോ, നിങ്ങളൊരു അന്യ പുരുഷനല്ലേ? അപ്പൊ അവളെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെടുവോ? ഓ പതിവൃതേ, എനിക്കിത് മതി. നിങ്ങൾക്കിത് മതി. കുട്ടി ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പൊ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഭാഷ മാറ്റിയ കൊള്ളായിരിക്കും. ഈ കിടക്കുന്ന മലയാളം പോലും ശരിക്കും അറിഞ്ഞൂടാ. മാഷ് മാറ്റാം. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സൗകര്യങ്ങളും ഈ മെഷീനകത്തുണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ കല്യാണം കഴിച്ചല്ലേ? ഞാൻ കല്യാണം കഴിച്ച് 2 മക്കളുണ്ട്. 2 മക്കളുണ്ട്. നിങ്ങളുടെ ഭാര്യയുടെ മുഖം എപ്പോഴും ഇങ്ങനെ അതേ മുഖം തന്നെ കണ്ടുകൊണ്ടിരിക്കും. ഒരു ബോറടിയില്ലേ? ഓ കണ്ട് മടുത്ത്. പക്ഷെ ഇവിടെ മറ്റൊരു സൗകര്യം കൂടി ഉണ്ട്. അതായത് നമുക്ക് എപ്പോ വേണമെങ്കിലും ഈ മെഷീന്റെ ഫേസ് മാറ്റാം. ശ്രീകുട്ടിക്ക് ഓരോ ദിവസവും ഓരോ മുഖങ്ങൾ. ഇപ്പൊ ഓണമാണ് വരുന്നത്, അതുകൊണ്ട് 4 ഫേസ് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടും. 4 നീ എപ്പോഴും നിന്റെ സുബയുടെ മോന്തെ കണ്ടിട്ട് ഇങ്ങനെയുള്ള മോന്തെ 4 അപ്പൊ ഇപ്പൊ എന്താ വേണ്ട? ലാംഗ്വേജ് ചേഞ്ച് ചെയ്യണം. പിന്നെ ലാംഗ്വേജ് ഒന്ന് ചേഞ്ച് ചെയ്തേക്കാം. ഓക്കെ. ലാംഗ്വേജ് മോഡ് ചേഞ്ച് ടു മലയാളം. ഓക്കെ സർ. എന്നെ ഇഷ്ടമായോ? ചേട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഇതുപോലത്തെ ചേട്ടനെ കണ്ടിട്ടില്ല. ഇതിപ്പോ ഒറിജിനൽ പെണ്ണായാലും റോബോട്ട് ആയാലും നാക്കരുത്താൻ നോണേ പറയുള്ളൂ. ഏതായാലും ഞാൻ പറഞ്ഞില്ലേ, ഇത് മാത്രമല്ല, നമുക്ക് മൂഡ് ചേഞ്ച് ചെയ്യാം. ഇതിന്റെ വേണ്ട, ഈ മൂഡ് കൊള്ളാം, ഇത് മതി. അതല്ല, ഇത് നോർമൽ മൂഡ്. 2 മൂഡ് വൃത്തിയായിട്ട് ആരെങ്കിലും പോകുമ്പോൾ കളിയാക്കും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇപ്പൊ പല ഇമോഷൻസ് ഉണ്ടല്ലോ മനുഷ്യന്. നമുക്ക് ചിലപ്പോ കരയാം, ചിരിക്കാം, പിണങ്ങാം. മനസ്സിലായല്ലോ? ഏത് മോഡിലേക്ക് വേണമെങ്കിലും നമുക്ക് മാറ്റാം. നമുക്കിപ്പോ ലവ് മോഡിലേക്ക് ഇട്ടാലോ? ലവ് മോഡ് പറ്റുമോ? ചേഞ്ച് ചെയ്യാം. ശ്രീകുട്ടി, മോഡ് ചേഞ്ച് ടു ലവ്. ഓക്കെ സർ. അമ്പിളിക്കുട്ടൻ ചേട്ടാ, എന്തോ ഐ ലവ് യുടാ. ഐ ലവ് യു ടു. വെളുത്തൊരു പെണ്ണ് എങ്ങനെയുണ്ട്? ആ മൺകുടത്തിൽ മുഖം ആദ്യാനുരാഗം കുടി കുടിച്ചൊരു. അതായത് അമ്മിണിക്കുട്ടനെ റൊമാൻസ് അത്ര പറ്റുന്നില്ല. യമോ ചെയ്തിട്ട് ശരിയാകുന്നില്ല. ഇങ്ങനെ ട്രൈ ചെയ്തോ. ഞാനില്ലാത്ത സമയത്ത് ഈ വിൽ കം ഹോം വെള്ളം കുടിക്കാൻ കൊടുക്കരുത്. ഭൂലോക അലവലാതി. അമ്പിളിക്കുട്ടൻ ചേട്ടാ, ചേട്ടൻ പറഞ്ഞ ഞാൻ കേൾക്കാതിരിക്കോ? ഈ കള്ള ചേട്ടനെ ഞാൻ വീട്ടിനകത്ത് കേറ്റത്തില്ല. പച്ച വെള്ളം കൊടുക്കത്തില്ല. ചേട്ടാ, രാത്രി വരല്ലേ? ഈ സൗണ്ട് മാറ്റി ഒരു പഞ്ചായത്ത് മൊത്തം എന്റെ വീട്ടിൽ കിടന്ന് നിരങ്ങും. ശ്രീകുട്ടി, മോഡ് ചേഞ്ച് ടു നോർമൽ. ഓക്കെ സർ. അപ്പൊ ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ? അല്ല, പിന്നെ വേറെ വിഷയമുണ്ട്. ഈ തുണിയൊന്നും ഇട്ടുകൊണ്ട് എന്റെ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂല. അത് കുഴപ്പമില്ല, നമുക്ക് വേറെ പെൺകുട്ടിയെ വിളിക്കാം. അതെ, പെൺകുട്ടി വേറെ വേണ്ട, ഇത് മതി. തുണി അഴിച്ചു കളഞ്ഞാൽ അല്ല, തുണി ഇത് മാറ്റിയാ മതി വേറെ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ നിങ്ങൾ ഒരു കുട്ടിയെ കണ്ടു. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞങ്ങളുടെ റോബോ ലേഡീസ് ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. കാണാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും ഒരു ഓപ്ഷൻ വേണ്ടിട്ട് വേണമെങ്കിൽ ഒരാളെ വിളിക്കാം. വിളിക്കട്ടെ? എന്നാലും ഇത് മതിയായിരുന്നു. ഇത് മതി. എന്നാലും വെറുതെ ഒന്ന് കണ്ടേക്കാം. 6.0 version 585. Please come in. Okay, this way.
സാറേ പിന്നെ ആ. ഈ എക്സ്ചേഞ്ച് ഓഫർ വല്ലതും ഉണ്ടോ? എന്താ വെച്ചാൽ അതായത് ഈ പ്രൊഡക്റ്റിന് എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ പ്രൊഡക്റ്റ് തരും. അതല്ല, എന്റെ ഭാര്യ സുമ വീട്ടിൽ ഡെയിലി ശാപവും ശബദവും മാത്രമാണ്. അവളെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇതിനെ കൊണ്ട് പോകാൻ പറ്റുമോ? നിന്റെ ഭാര്യ സുമ വിളിക്കുന്നു. അയ്യോ, വേണ്ട. സാറേ അപ്പൊ അത് വേണ്ട, അതിനെക്കാട്ടും കൊള്ളാം ഇത് മതി. കൊണ്ട് അങ്ങനെ പറ്റില്ല, ഇത് മതിയെന്ന്. അതാ ശരി. രണ്ടും കൂടി എടുത്തു കഴിഞ്ഞാൽ ഓഫർ ഉണ്ട്, 25% ഡിസ്കൗണ്ട് ഉണ്ട്. അല്ല, ഒന്ന് മതി, ഇത് മതി. അപ്പൊ ഇത് മതി, അതിനെക്കാട്ടും കൊള്ളാം ഇത്. അതല്ലേ? അപ്പൊ പേര് ചേഞ്ച് ചെയ്യണോ? പേര് മാറ്റണം. പേര് മാറ്റാം. ഓക്കെ, അപ്പൊ പേര് ശ്രീകുട്ടി തന്നെ ഇടാം. 6.0 നെയിം ചേഞ്ച് ടു ശ്രീകുട്ടി, ലാംഗ്വേജ് ചേഞ്ച് ടു മലയാളം. എസ് സർ. ശ്രീകുട്ടി ചേട്ടാ, അമ്പിളിക്കുട്ടാ. കമ്പിളിക്കൂട്ടല്ല, പരുത്തിക്കുരു. പോ റോബോച്ചിയോട്. ഞാൻ ഇത് അനുവദിക്കില്ല. ഇവൻ എന്റെയാണ്. ചേട്ടൻ എന്റെയാണ്. നോ, എന്റെയാണ്. അയ്യോ. ചേട്ടൻ എന്റെയാണ്. അയ്യോ. അമ്പിളിക്കുട്ടൻ എന്റെയാണ്. അമ്പിളിക്കുട്ടൻ എന്റെയാണ്. ഓഫി. എന്റെയാണ്. 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 നോ. നിർത്ത്. സ്ലാം ചേഞ്ച് ടു തിരുവനന്തപുരം. എന്തുപറ്റി? കള്ളേ, നിനക്ക് കയ്പാ. സ്ലാം ചേഞ്ച് ടു തിരുവനന്തപുരം. എന്തരടി നിനക്ക്? എന്തരടി നിനക്ക്? അവൻ എന്റേത്. അങ്ങനെ എന്റേത്. അങ്ങനെ എന്റേത്. സിസ്റ്റർ ഷട്ട് ഡൗൺ. Shutting down. Shutting down. ഇങ്ങോട്ട് മാറാ. ഇതെന്തോ പോയത്? എന്തേ? ഇയാളല്ലേ പറഞ്ഞ അമേരിക്ക ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നെന്ന്. ഇതിനെക്കാട്ടി നല്ല പെണ്ണുങ്ങൾ ഞങ്ങളെ നാട്ടിൽ കിട്ടും. വാ തുറന്നാലേ ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞ് നാക്കകത്തിടും. അത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് എന്താ ചോദിക്കാം. mistake? ഞാൻ ഈ ഇത് തുടങ്ങാൻ വേണ്ടിട്ട് അമേരിക്ക പോയി സാധനങ്ങളുടെ വില ചോദിക്കാം. അവിടെ ഇച്ചിരി കൂടുതലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ കുന്നംകുളത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മേടിച്ചു. ഇവന്റെ കട കത്തിക്കണോടാ. ഇവ ആരെയും പറ്റിക്കരുത്. നീ വെളിയിലോട്ട് വാ, നിന്നെ കാണിച്ചു തരാം. നിന്റെ കട കത്തിച്ച് പൊളിച്ച് പണ്ട നടക്കിലേക്ക് ഞങ്ങൾ ഇങ്ങനെ 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 വിളിച്ചോ നീ? ഓഹോ, എന്റെ സ്ഥാപനത്തിൽ വന്നിട്ട് നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു, എന്നെ ഭീഷണിപ്പെടുത്തും. ഞാൻ കാണിച്ചു തരാം. കാണിച്ചാ ഇയാള്. പവർ ഓൺ. എനിമി അമ്പിളിക്കുട്ടൻ. ക്ലൈമാക്സ് പഞ്ച്. എന്താ അമ്പിളിക്കുട്ടാ? നല്ല പഞ്ച് ക്ലൈമാക്സ്.